ഉച്ചക്കത്തേക്ക് ചോറിന് കൂട്ടാൻ കറിയൊന്നുമില്ലേ? നമുക്ക് ടപ്പയെന്നൊരു കറി ഉണ്ടാക്കിയാലോ? പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു നുള്ളി ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 ഉണക്കമുളക് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കണേ. ഞാൻ വിട്ടുപോയതാണ്. എന്താ ചെയ്യുക, മറവി ഒരു രോഗമാണോ എന്തോ. ഒരു സവാള ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതും കൂടെ ഇട്ട് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു പച്ചമുളക് മുറിച്ചതും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പെട്ടെന്നൊന്ന് വഴന്ന് വരട്ടെ അല്ലേ. ഇനി ആ സമയത്ത് നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് നല്ല കട്ട തൈര് എടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് നല്ലത്. ഞാൻ മിൽമയുടെ എലൈറ്റ് കേർഡാണ് കേട്ടോ എടുക്കുന്നത്. ആ കട്ടയൊന്ന് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. മിക്സിയിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ വിസ്കോ ഫോർക്കോ വെച്ചൊന്ന് നന്നായിട്ട് അടിച്ചാൽ മതി. നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം. സവാള ചെറുതായി ഒന്ന് വഴന്നിട്ടുണ്ട്. ഒരുപാട് വഴന്ന് കളറൊന്നും മാറണ്ട. ആ ഒരു ക്രഞ്ചിനെസ്സോട് കൂടി ഇരുന്നോട്ടെ. ഈ കൂട്ടി വെച്ച് തന്നെയാണ് കേട്ടോ വഴറ്റിയത്. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. ഇളക്കണ്ട. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, കൂടെ ഒരു നുള്ളു കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ഇല്ലേ ചേർക്കണമെന്നില്ല. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് മാറിയാൽ മതി. ഒരുപാട് സമയം വെച്ച് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 30 സെക്കൻഡ് അത്ര മതി. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതോടിട്ട് ഒന്ന് ഇളക്കി തീ ഓഫാക്കി കൊടുക്കാം. തീ ഓഫാക്കിയതിന് ശേഷം നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയാൽ മതി. ആ പാനിൻ്റെ ചൂട് കൊണ്ട് തൈരൊന്ന് ചൂടായി നല്ല ഡാർക്ക് കളറായിട്ട് വന്നോളും. കണ്ട ചൂടാകുമ്പോഴത്തേക്കും ആ ഡാർക്ക് കളറ് നന്നായിട്ട് വരുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കി, ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അവസാനം വേമ്പൊടിക്കായിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണേ. പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. വെറും 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ കറി റെഡി. നല്ല കുറുകിയിരിക്കുന്ന കറിയാണ്. ഇത് നമുക്ക് നല്ല ചൂട് ചോറിലൊഴിച്ച് കുഴച്ചങ്ങ് കഴിക്കാം. നല്ല ടേസ്റ്റുണ്ട്. ആ സവാളയുടെ ഒക്കെ ചെറിയൊരു ക്രഞ്ചിനെസ്സും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു കറി. ഇത് നമുക്ക് ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കും കൂട്ടി കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. ഈ കറി ഉണ്ടാക്കാറുണ്ടോ നിങ്ങൾ? ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എളുപ്പമല്ലേ? ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.